പെരുന്നാൾ കഴിഞ്ഞപ്പോ കൊളസ്ട്രോൾ ഇങ്ങോട്ട് കൂടിയിട്ടേ എങ്ങനെ കൂടായിരിക്കുക? 4 മണി ചായ കടക്കപ്പോ സ്ഥിരം ബീഫ് കട്ട്ലറ്റ് അല്ലേ? നമ്മളെ വീട്ടുകളിലെ കഥയാണ് ഇപ്പൊ ഈ പറയണതേ. സുന്നി മുജാഹിദ് ജമാഅത്ത് വക ഇറച്ചികളൊക്കെ കടക്കല്ലേ വീട്ടില്. ഇനി ഇതൊന്നും പോരായിട്ട് ചിലവര് അടുത്ത മഹലിലും പേര് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ലോറിയും കൂടി കിട്ടുമല്ലോ. മക്കളി പേരക്കുട്ടികളൊക്കെ പേരിലാണ് ഓരോ മഹലിന്ന് വാങ്ങണത്. 5 മഹലിന്ന് വരെ കിട്ടിയലുണ്ട്. അങ്ങനെ വാങ്ങുന്നവർ എന്നിട്ട് 5 വിരലും 5 പൊതി ഇങ്ങനെ തൂക്കി വരിക. ഇത്തിരി ഇറച്ചൊക്കെ വാങ്ങി കൂട്ടിയിട്ട് ഇവർ എന്താ ചെയ്യണേ? എന്താന്നാവോ എന്ന പേരും ഈ ബ്രൈൻ്റെ അവിടെ നല്ല പുട്ടുകടലുണ്ടാവും. വീട്ടിൽ പോയപ്പോ ബീഫ് തന്നെ കഴിക്കേണ്ടി വരും. ബ്രൈയേ, ഇന്നെന്താ സ്പെഷ്യല് കടലക്കറിയില്? ഇന്നത്തെ സ്പെഷ്യലൊക്കെ അവിടെ എഴുതി വെച്ചിക്കണു, നോക്കിയാ അങ്ങോട്ട്. ഇന്നത്തെ സ്പെഷ്യൽ ഇതെന്താ? ബീഫിന്റെ സംസ്ഥാന സമ്മേളനോ? ബീഫ് ഒലർത്തിയത്, കലർത്തിയത്, മലർത്തിയത്, തള്ളിയിട്ടത്. ബീഫ് വരും പോലെ വരും. ബീഫ് കുലാവി, ചുട്ടുകരിച്ചത്, മഹല്ല് ബീഫ്, കൂളീഫ്. എന്തൊക്കെ വെറൈറ്റി ബീഫാണ്. അല്ല, ഒളിയത്ത് മാത്രമേ ഉള്ളൂ, പുട്ടും കടലില്ല? ഇനി കുറച്ച് ദിവസം സ്പെഷ്യൽ തന്നെയാണ്. 5 മഹല്ല് നില ഉണ്ടാവേ. ഇത് 5 ദിവസം കൊണ്ടൊന്നും തീരൂല. അല്ല, മഹല്ല് ബീഫ് ഉണ്ടോ? ഇവിടെ എല്ലാതും ഉണ്ട്. അനക്കിപ്പോ എന്താ വേണ്ടേ? ഇതിലിപ്പോ ഇനി കുറവ് കാണുന്നത് ബീഫിന്റെ ലഡു. ബീഫ് ലഡു ഉണ്ടോ? ബീഫ് ലഡു ഒരു 5 മിനിറ്റ് ഇപ്പൊ ഉണ്ടാക്കി തരാം.